കുറെ കാര്യങ്ങൾ അല്ലാഹു തആല തന്റെ അടിമകൾ ചോദിക്കുമ്പോൾ ഉടനെ കൊടുക്കുന്ന കുറെ നന്മകളുണ്ട്, അതിന്റെ പ്രതിഫലങ്ങളുണ്ട്. ദുനിയാവിൽ അത് ആസ്വദിക്കാൻ കഴിയും. അത് ഒരു തരത്തിലാണ് അല്ലാഹു ദുആ സ്വീകരിക്കുന്നതിന് ഒന്നാമത്തെ രീതിയാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു രീതി, അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ രണ്ടാമത്തെ രീതി, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ നമ്മൾ ചോദിച്ചാൽ ആ ചോദിച്ച കാര്യം അതുപോലെ ഉടനെ തന്നെ തരണമെന്നില്ല. അതിന് പകരമായി അല്ലാഹു തആല അതിന് ഉപോത്ബലകമായ നിലയില് പല ആപത്തുകളും അപകടങ്ങളും മാരാവ്യാധികളും മാരകമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല അവനെ അവന്റെ ദുആ കാരണമായിട്ട് രക്ഷപ്പെടുത്തുന്നതാണ്. ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ തടയാൻ, അതല്ലെങ്കിൽ മാറ്റിമറിക്കാൻ ഒരു വിശ്വാസിയുടെ ദുആക്കല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ ദുആ സ്വീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ രീതി, ഒന്ന് അല്ലാഹു പറയുന്നു, അല്ലാഹു തആല ചോദിച്ച കാര്യം അതുപോലെ നടത്തി കൊടുക്കും. രണ്ടാമത്തെ അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ രീതി, അവന് ആ ദുആയ്ക്ക് ബലമായ നിലയിൽ അവന്റെ വരാനുള്ള ആപത്തുകള്, ഇടങ്ങേറുകള്, മാരകമായ രോഗങ്ങള്, മറ്റെന്തെങ്കിലും അനർത്ഥങ്ങള്, പരാജയങ്ങള്, പ്രതിസന്ധികള്, പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു തആല അവന് മോചനം നൽകും, അവൻ ദുആ ചെയ്യുന്നത് കാരണമായി. ഈ രണ്ട് രീതി. മൂന്നാമത്തെ രീതിയോ, ദുനിയാവിൽ അല്ലാഹു ചോദിച്ച ഉടനെ അതുപോലെ കൊടുക്കുകയില്ല. അതിന്റെ അനന്തരഫലമായി ഉപോത്ബലകമായി മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ മറ്റെന്തെങ്കിലും സഹായങ്ങളോ ദുനിയാവിൽ അല്ലാഹു തആല തരാതെ ആഖിറത്തിലേക്ക് അല്ലാഹു തആല മാറ്റിവെക്കുന്നതാണ്. സർവചരാചരങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങൾ, മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മഹ്ശറ മൈതാനില് കിതാബുകൾ നൽകുമ്പോൾ നന്മയുടെ ആ കിതാബിൽ അല്ലാഹു തആല ഇവന്റെ നന്മകൾ എഴുതി രേഖപ്പെടുത്തിയ കിതാബ് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, വായിച്ചു നോക്കുക നിന്റെ കിതാബ്. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ധാരാളം നന്മകൾ ചെയ്തതായി ആ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെയുള്ള നന്മകൾ ചെയ്തതായിട്ട് എനിക്ക് ബോധ്യമില്ലല്ലോ. അല്ലാഹുവിനോട് ചോദിക്കും, യാ അല്ലാഹ്, ഞാൻ ഇത്ര കണ്ട നന്മകളൊന്നും ദുനിയാവിൽ ചെയ്തില്ലല്ലോ, എനിക്ക് സമയം കുറച്ചായിരുന്നല്ലോ, അതല്ലെങ്കിൽ എന്റെ സമയം തികഞ്ഞില്ലല്ലോ, അശ്രദ്ധ കാരണം നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്റെ ഈ കിതാബിൽ ഇത്രയും നന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അല്ലാഹുവിനോട് ഓരോ മനുഷ്യരും ചോദിക്കുമ്പോൾ അല്ലാഹു തആല മറുപടി പറയും, അത്രേ, നീ ദുനിയാവിൽ വെച്ച് ധാരാളം പ്രാവശ്യം എന്നോട് കരങ്ങൾ ഉയർത്തി ചോദിച്ചിരുന്നല്ലോ, പ്രാർത്ഥിച്ചിരുന്നല്ലോ, ദുആ ചെയ്തിരുന്നല്ലോ. ആ ദുആയ്ക്കൊക്കെ നിനക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ അനന്തര ഫലവും അതിന്റെ പ്രതിഫലവും കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ ദുആ ചെയ്തപ്പോൾ അത് നിനക്ക് ദുനിയാവിൽ തരാതെ നിന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ആരും സഹായിക്കാനില്ലാത്ത, ആരും രക്ഷപ്പെടുത്താനില്ലാത്ത ഈ മഹ്ശറയിൽ നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി നിനക്ക് ഞാൻ മാറ്റിവെച്ച് റിസർവ് ചെയ്ത് വെച്ചതാണ്. ദുനിയാവിൽ നിനക്ക് കുറഞ്ഞ കാലമാണ്, അതെങ്ങനെയെങ്കിലും അങ്ങ് തട്ടിയും മുട്ടിയും പോകുമല്ലോ. ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് നിന്റെ അവസ്ഥ കണ്ട് ആരെങ്കിലും ഒക്കെ സഹായിച്ച് നിന്നെ രക്ഷപ്പെടുത്തി നീ മരിച്ചാൽ നിന്നെ കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് കബറടക്കുമല്ലോ. നിന്റെ ദുനിയാവ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷേ ആഖിറത്തിൽ അങ്ങനെ ആരും നിന്നെ രക്ഷപ്പെടുത്താൻ വരില്ല. നിന്നോട് എനിക്കുള്ള സ്നേഹമുള്ളത് കൊണ്ട്, സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് നീ ചോദിച്ചതായ കാര്യങ്ങൾക്ക് പകരമായി നിനക്ക് നന്മയായി പ്രതിഫലമായി ഞാൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചതാണ് ഈ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് ആ പ്രതിഫലം അവന് നൽകി അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ